So welcome back to channel. So നമുക്ക് നെക്സ്റ്റ് ഇനി നോക്കാനുള്ള മൊഡ്യൂൾ 1ലെ ടോപ്പിക്കാണ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം. നമുക്ക് മെയിനായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ രണ്ട് അൽഗോരിതംസ് പഠിക്കാനുണ്ട്. ലൈൻ ഡ്രോയിങ് അൽഗോരിതം അതുപോലെ സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. ലൈൻ ഡ്രോയിങ് അൽഗോരിതം തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, DDA ആൻഡ് ബ്രസൻഹാംസ് അൽഗോരിതം. ഇതിൽ DDA ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ DDA അൽഗോരിതം ആയിക്കോട്ടെ ബ്രസൻഹാംസ് ആയിക്കോട്ടെ പാർട്ട് ബിയിൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് മൊഡ്യൂൾ 1ൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ഈ അൽഗോരിതം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം ആദ്യം DDA അൽഗോരിതം. DDAയുടെ ഫുൾ ഫോം ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ എന്നാണ്. നോക്കി, ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ZY പ്ലെയിനാണ്. ഒരു ZY പ്ലെയിനിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ് കൊടുത്തിട്ടുണ്ട് P1, എൻഡിങ് കോർഡിനേറ്റ് P2. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ല, ആ ഒരു ലൈൻ ഓഫ് സ്ലോപ്പ് ഓഫ് Y ഇൻ്റർസെക്ഷൻ നമുക്ക് എങ്ങനെ പറയാം? Y = mx + c എന്നറിയാം. ഇതിൽ എക്സും വൈയും എന്ന് പറയുന്നത് രണ്ട് കോർഡിനേറ്റ്സ് ആണ്. C എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. M ആണ് ഇവിടുത്തെ എന്ത്? സ്ലോപ്പ്. നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് നോക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ട്, P1, P2, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ x1, y1 എന്ന് പറയുന്ന ഇത് സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റും x2, y2 എന്ന് പറഞ്ഞാൽ എൻഡിങ് കോർഡിനേറ്റും ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫോർമുലയിൽ വെച്ച് സ്ലോപ്പിൻ്റെ ഒരു ഡെറിവേഷൻ കൊടുക്കാം അല്ലേ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? y2 - y1 / x2 - x1. എൻഡിങ് കോർഡിനേറ്റ് മൈനസ് സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ y2 - y1, അവിടെ y എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ എന്താണ് എടുത്തിട്ടുള്ളത്? ഡിഫറൻസ് ആണല്ലേ. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ മെൻഷൻ ചെയ്യാം? dy/dx എന്ന് മെൻഷൻ ചെയ്യാം. ചെയ്തൂടെ? y2 - y1നെയും x2 - x1 നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? dy/dx എന്ന് മെൻഷൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടലി m = എന്തെന്ന് പറയാം? m എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. m = dy/dx എന്ന് പറഞ്ഞ ഫോർമുല നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുലയാണ് ഞാനിപ്പോൾ എഴുതിയത്. m = ഈ ഒരു ഫോർമുലയിൽ നിന്ന് നമ്മളിതിൻ്റെ y വാല്യൂയും x വാല്യൂയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇനി ഡെറിവ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, m = dy/dx നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാനുള്ള dy ആണ്. സോ നമുക്ക് dy കണ്ടുപിടിക്കാൻ കഴിയും. dy = എന്തെന്ന് വരും? m × dx. കണ്ടോ? dy ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് y. yയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് dy = എന്താണ്? m × dx. ഓക്കെ, ഇനി അതുപോലെ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സിൻ്റെ ആണ് dx കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യണം? dx = dy/m. ആണ്. ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യണം? dx = dy/m. ഈ രണ്ട് ഫോർമുലയും ഓർത്തിരിക്കുക. ഓക്കെ, ഒരുപാട് ഫോർമുലാസ് ഉണ്ട് ഈ ഒരു മൊഡ്യൂളിൽ. ഈ ഒരു മൊഡ്യൂളിൽ ഈ ചാപ്റ്ററിൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അത് മാക്സിമം ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ്, അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ dx = dy/m. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ഇനി ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്കിവിടെ രണ്ട് കേസസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കേസ് 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്ലോപ്പ് എമ്മിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ആ സ്ലോപ്പ് എം <= 1 ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യണം എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇഫ് ദ സ്ലോപ്പ് m ഈസ് <= 1 ആണെങ്കിൽ നമ്മളവിടെ നെക്സ്റ്റ് കോർഡിനേറ്റ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ xk + 1 എന്ന് പറയുന്ന xk + 1 എന്ന് ഈക്വൽ ടു, അതായത് ഇപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് കോർഡിനേറ്റ് ഓഫ് എക്സിൻ്റെ നെക്സ്റ്റ് കോർഡിനേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടല്ലേ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് dx എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്തായാലും xk ഒരു ലൈനിൽ ഇത് x അല്ലേ, അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ xk + 1 ആയിരിക്കില്ലേ. ഇൻക്രിമെൻ്റ് ആയിട്ടല്ലേ പോകുന്നത്. xk + എന്ന് പറയുമ്പോൾ xkയുടെ കൂടെ എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്യുക. ഇനി yk + 1 എന്ന് പറയുമ്പോൾ yk + dy ആയിരിക്കും അല്ലേ. ഇവിടെ dy നമ്മൾ നേരത്തെ ഫോർമുല വെച്ച് dy എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? dy = എന്തെന്ന് പറഞ്ഞു? m × dx എന്ന് പറഞ്ഞു ഇല്ലേ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. dy വരെ എന്തെന്ന് കൊടുത്തു? m × dx. ഇവിടെ നമ്മൾ പറഞ്ഞു dx = എന്താണ്? 1 ആണ്. അപ്പോൾ dxന് വരെ ഇവിടെ എന്ത് കൊടുക്കും? yk + 1 + m × 1 എന്ന് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? yk + 1 = yk + m. മനസ്സിലായോ ഈ ഫോർമുല എങ്ങനെ വന്നതെന്ന്? ഫോർമുല എങ്ങനെ വന്നെന്ന് മനസ്സിലായില്ലെങ്കിലും ഈ ഫോർമുല അറിഞ്ഞിരിക്കുക. ഓക്കെ, yk + 1 എന്ന് പറഞ്ഞാൽ yk + m ആണ്. കേസ് 1 എന്താ ഒന്നും കൂടെ പറയാം. സ്ലോപ്പ് m <= 1 ആണെങ്കിൽ yk + 1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല yk + m. സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് നോക്കിയേ, ഇഫ് സ്ലോപ്പ് m ഈസ് ഗ്രേറ്റർ ദാൻ 1, അതായത് ഇവിടെ നമ്മൾ സ്ലോപ്പ് m എന്ന് പറഞ്ഞാൽ
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡി വൈ ഈക്വൽ ടു ഇവിടെ 1 ആയിരിക്കും. അങ്ങനത്തെ കേസിൽ വൈ കെ പ്ലസ് 1 എന്തായിരിക്കും? വൈ കെ പ്ലസ് 1 ആയിരിക്കും. എക്സ് കെ പ്ലസ് എന്ന് പറയുമ്പോൾ എക്സ് കെ പ്ലസ് ഡി എക്സ്. ഇവിടെ നമ്മൾ ഡി എക്സിൻ്റെ ഫോമിൽ എന്തോ പറഞ്ഞാൽ ഡി വൈ ബൈ എം, അതാണ് ഇവിടെ കൊടുത്തത് ഡി വൈ ബൈ എം. ഇവിടെ നമുക്കറിയാം ഡി വൈ എന്തായിട്ട് കൊടുത്തു? 1 ആയിട്ട് കൊടുക്കും. അപ്പോൾ ഡി വൈക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും നമ്മുടെ ഫൈനൽ ഫോമുല? എക്സ് കെ പ്ലസ് 1 ഈക്വൽ ടു എക്സ് കെ പ്ലസ് 1 ബൈ എം. ഓക്കെ, ഈ രണ്ട് കേസസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, കേസ് 1 നമ്മൾ പറഞ്ഞു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ വൈ കെ പ്ലസ് 1 എന്ന് പറയുന്ന വൈ കെ പ്ലസ് എന്തായിരിക്കും? എം ആയിരിക്കും. ഇഫ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സ്ലോപ്പ് എക്സ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1 ബൈ എം ആയിരിക്കും. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യും. ഇത് ബേസിക് ആയിട്ടുള്ള 2 റൂൾസാണ്. അൽഗോരിതം ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അൽഗോരിതത്തെ പറ്റി എഴുതാൻ ചോദിക്കുന്ന ടൈമിൽ കേസസ് എന്തായാലും പഠിക്കുക, ഇങ്ങനെ എഴുതാൻ വേണ്ടി എഴുതുക. ഓക്കെ, ആ ടൈമിൽ. ഇനിയിപ്പം പ്രോബ്ലമാറ്റിക് ആയിട്ട് നമുക്കൊന്ന് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ നോക്കിക്കോ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡ്രോ എ ലൈൻ ഫ്രം 1,1 to 8,7 യൂസിങ് TDA അൽഗോരിതം. നമുക്ക് വേറെ അൽഗോരിതം പഠിക്കാനുള്ളതുകൊണ്ട് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് ക്വസ്റ്റ്യനിൽ കാണിക്കും ഏത് അൽഗോരിതം യൂസ് ചെയ്ത് ലൈൻ ഡ്രോ ചെയ്യണം അല്ലെങ്കിൽ സർക്കിൾ ഡ്രോ ചെയ്യണമെന്ന് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കടുത്ത് തന്നിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ത് അൽഗോരിതം യൂസ് ചെയ്ത് DDA അൽഗോരിതം യൂസ് ചെയ്ത് ഒരു ലൈൻ ഡ്രോ ചെയ്യണം ഫ്രം 1,1 to 8,7. അപ്പോൾ നമുക്കിവിടെ 2 കോർഡിനേറ്റ്സ് തന്നിട്ടുള്ളൂ. ഇവിടെ തന്നിരിക്കുന്ന ഗിവൻ ഡേറ്റ എന്നാണ് 2 കോർഡിനേറ്റ്സ് ആണ്. നമുക്ക് എങ്ങനെ എടുക്കാം? x1 y1 x2 y2 2 കോർഡിനേറ്റ്സ് ആണല്ലോ. x1 എന്ന് പറഞ്ഞാൽ 11ഉം 87ഉം ആണ്. ഇത് നമുക്ക് എങ്ങനെ ഡേറ്റ് എടുക്കാം? അതായത് x1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. x2 എന്ന് പറയുന്നത് 8 ആണ്. അതേപോലെ y1 എന്ന് പറഞ്ഞാൽ 1 ആണ്. y2 എന്ന് പറഞ്ഞാൽ എന്താണ്? 7. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് കണ്ടുപിടിക്കണം സ്ലോപ്പാണ്. നമുക്കറിയാം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എമ്മിൻ്റെ ഫോമുല എന്തുമായിരുന്നു? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതിനാണ് നമ്മൾ ഈ ഡേറ്റ ഇങ്ങനെ എടുത്തെഴുതിയത്. ഇവിടെ y2 എന്താണ്? 7 ആണ്. അപ്പോൾ നമുക്ക് എന്ത്? 7 മൈനസ് y1 1 7 മൈനസ് 1 ബൈ x2 മൈനസ് x1 8 മൈനസ് 1. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 6 ബൈ 7 എന്ന് കിട്ടും. അപ്പോൾ 6 ബൈ 7നെ കാൽക്കുലേറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.9 എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 6 ബൈ 7 അല്ലെങ്കിൽ m ഈക്വൽ ടു 0.9 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് m കിട്ടി 0.9. ഇത് m എന്ന് പറയുന്നത് ഈ കിട്ടിയ m ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? m ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1-നെക്കാട്ടി ലെക്സ് അല്ലേ 0.9? അപ്പോൾ നമുക്ക് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലേ. അപ്പോൾ നമ്മൾ ഏത് കണ്ടീഷൻ എടുക്കും? ഫസ്റ്റ് കണ്ടീഷൻ. സോ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന കണ്ടീഷൻ കേസ് 1 ആണ്. വി ഫോളോ കേസ് 1. അപ്പോൾ കേസ് 1-ൽ നമുക്കറിയാം m ഈക്വൽ ടു 0.9 എന്ന് കിട്ടി. ഇവിടെ കേസ് 1-ലെ പ്രത്യേകത dx ഈക്വൽ ടു എന്തായിരിക്കും? എപ്പോഴും dx ഫിക്സ്ഡ് ആണ്. dx ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ കേസ് 1-ൽ. അപ്പോൾ dx ഈക്വൽ ടു 1 ആണ്. ഇവിടെ 1, dx ഈക്വൽ ടു 1 ആവുന്ന ടൈമിൽ നമ്മളിവിടെ എക്സിനെ ആയിരിക്കും എന്ത് റേഞ്ച് പോകുക. അതായത് 1,1 to 8,7 എവിടം വരെ റേഞ്ച് ചെയ്യും? എക്സ് എപ്പോൾ എക്സിൻ്റെ വാല്യൂ എവിടം വരെ? ഇവിടെ 1 to 8 വരെ എക്സിൻ്റെ വാല്യൂയുടെ റേഞ്ചാണ്. കാരണം ഫസ്റ്റ് കേസ് എടുത്തോട്ട്. ഓക്കെ, റേഞ്ചസ് ഫ്രം 1 to 8. ഇനി നമുക്ക് എങ്ങനെയാണ് ആ ലൈൻ ഡ്രോയിങ്ങിലുള്ള ബാക്കിയുള്ള കോർഡിനേറ്റ്സ് തപ്പാം. നമ്മൾ ഈ DDA അൽഗോരിതത്തിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന റൗണ്ട് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടേബിൾ ഇങ്ങനെയാണ്. കോർഡിനേറ്റ്സ് നെക്സ്റ്റ് കോർഡിനേറ്റ് നമുക്ക് 1 to 8 വരെ റേഞ്ചുള്ള കോർഡിനേറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ അതിനാണ് നമ്മൾ ഈ ടേബിൾ ഡ്രോ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഓർഡർ, പിന്നെ xk+1 എന്നുള്ളൊരു റോ ഉണ്ട്, yk+1 എന്നുള്ളൊരു കോളം ഉണ്ട്, റൗണ്ട് ഓഫ് xk, yk. ഇത്രയാണ് നമ്മൾ ഡീറ്റെയിൽസ്. നമ്മൾ ഫസ്റ്റ് 1 എടുക്കുകയാണ്, ഫസ്റ്റ് കോർഡിനേറ്റ് അല്ലേ. അപ്പോൾ ആദ്യം എടുക്കുന്ന ടൈമിൽ ആദ്യം നമുക്ക് നോക്കാം. നമുക്കറിയാം ഇവിടെ xk സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞു എവിടെ തൊട്ട് എവിടം വരെ 1 to 8 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ xk എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. yk എന്തായിരിക്കും? സ്റ്റാർട്ടിങ് 1 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് xk+1 നമുക്കറിയാം. കേസ് 1 പ്രകാരം xk+1ൻ്റെ ഫോമുല എന്താണ്? xk+1 ഈക്വൽ ടു നമ്മൾ പറഞ്ഞു xk+1 ആണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ xk എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 1 ആണ്. അപ്പോൾ 1+1 ഇതൊന്ന് കിട്ടും 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി yk+1 ആണെങ്കിലോ? yk+1ൻ്റെ ഫോമുലയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. yk+1 എന്ന് വെച്ചാൽ എന്താണ്? yk+m ആണല്ലേ. ഇവിടെ yk എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. m എന്ന് പറഞ്ഞാൽ 0.9 ആണ്. നമുക്ക് എങ്ങനെ കിട്ടും? 1.9 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതുന്നതാണ് xk, yk. അപ്പം
റൗണ്ട് ഓഫ് എക്സ് കെ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇപ്പോൾ കിട്ടിയില്ലേ 2, വൈ കെ എന്ന് പറഞ്ഞാൽ 1.9. ഇതിൻ്റെ റൗണ്ട് എങ്ങനെ കിട്ടും നമുക്ക് ഉത്തരം? റൗണ്ട് 1.5 അല്ലേ, 5നേയും കാട്ടി അപ്പുറമാണെങ്കിൽ നമ്മളത് 2 ആയിട്ട് റൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം സപ്പോസ് എന്തുവാ ഇങ്ങനെ 5 വെച്ചിട്ടാണ് മാക്സിമം നോക്കുന്നത്. 5 കാട്ടി മുകളിലോട്ടാണെങ്കിൽ ലോവർ എടുക്കും, 5 കാട്ടി താഴോട്ടാണെങ്കിൽ ഹയർ എടുക്കും. 1.9 അല്ലേ, അപ്പോൾ നമ്മൾ എന്തായിട്ട് റൗണ്ട് ചെയ്യും? 2 ആയിട്ട് എടുക്കും. അപ്പോൾ റൗണ്ട് 2,2 ആണ് റൗണ്ട് ചെയ്ത് വന്ന കോർഡിനേറ്റ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് രണ്ടാമത് അടുത്ത് ഇനി എക്സ് കെ. അപ്പം ഇത് ഓരോ പ്രാവശ്യം എന്താവും? ഇൻക്രിമെൻ്റ്. അതിപ്പോൾ ഇവിടുത്തെ എക്സ് കെ പ്ലസ് 1 2 ആണ്. അപ്പോൾ അടുത്ത എടുക്കുമ്പോൾ എക്സ് കെ എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. അപ്പോൾ നോക്കിക്കോ, എക്സ് കെ പ്ലസ് 1 ഈക്വൽ ടു ഫോമുല എന്താണ്? എക്സ് കെ പ്ലസ് 1 ആണ്. എക്സ് കെ ഇവിടെ എന്തായി? 2 ആണ്. അപ്പോൾ ഈ 2 ആണ് അടുത്ത് വരുന്നത്. 2 + 1 എന്താവും? 3 ആവും. ഇനി വൈ കെ പ്ലസ് 1ഓ? വൈ കെ പ്ലസ് 1 ഈക്വൽ ടു വൈ കെ പ്ലസ് എം ആണ് ഫോമുല. ഇവിടുത്തെ വൈ കെ 1.9 ആയിരുന്നു, എം എന്ന് പറഞ്ഞാൽ 0.9. അപ്പോൾ എന്തായി മാറും? 1.9 ആണ് 2.8 ആയി മാറും. ഓക്കെ അല്ലേ. ഇനി ഇതിൻ്റെ റൗണ്ട് എടുത്ത് നോക്ക്. റൗണ്ട് ഓഫ് എക്സ് കെ എവിടെ എത്രയായി? 3, 2.8. എങ്ങനെ കിട്ടും? റൗണ്ട് ഓഫ് 3, 2.8 എന്താവും? 3. അപ്പോൾ 3,3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ നോക്കിക്കോ. എക്സ് കെ പ്ലസ് 1 ഈക്വൽ ടു അടുത്തെന്താണ്? ഇതാണ് 3 ആണ് പറഞ്ഞത്. അപ്പോൾ 3 + 1 4. വൈ കെ പ്ലസ് 1 വൈ കെ പ്ലസ് എം ആണ്. ഇവിടുത്തെ വൈ കെ എന്താണ്? 2.8 ആണ്, പ്ലസ് എം 0.9 ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3.7 എന്ന് കിട്ടും. ഇനി റൗണ്ട് ചെയ്യുമ്പോഴോ 4ഉം 3.7. 4ഉം എന്തെന്ന് വരും? 4,4 എന്ന് വരും. 3.7 എന്തായിട്ട് റൗണ്ട് ചെയ്തു? 4 ആയിട്ട് റൗണ്ട് ചെയ്തു. ഇനി നാലാമത്തത് എക്സ് കെ പ്ലസ് 1. ഇത് നമ്മൾ എപ്പോൾ നിർത്തണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു എവിടെ റേഞ്ച് വരുന്നത്? 1 to 8 ആണ്. അപ്പോൾ ഇവിടെ 1 to 8 എക്സിൻ്റെ ഇവിടെ സ്ഥാനത്ത് 8 വരുന്നത് വരെ. ഈ 1 to 8 എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ ആണല്ലേ. അപ്പോൾ എക്സിൻ്റെ 8 വരുന്നത് വരെ, വാല്യൂ 8 എന്ന് പറഞ്ഞ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് വരെ ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ എക്സ് കെ പ്ലസ് 1 എങ്ങനെയാണ്? അടുത്ത് 4 + 1 5. അടുത്ത് വൈ കെ പ്ലസ് 1 എന്ന് പറയുന്നത് 3.7 ഉണ്ട്, പ്ലസ് എം 0.9. അപ്പോൾ എത്ര കിട്ടും വാല്യൂ? 4.6 കിട്ടും. ഇനി റൗണ്ട് ചെയ്യുമ്പോഴോ 5, 4.6 എന്തായിട്ട് റൗണ്ട് ചെയ്യും? 5 ആയിട്ട് റൗണ്ട് ചെയ്യും. 5,5 എന്ന് കിട്ടും. നെക്സ്റ്റ് അടുത്ത കോർഡിനേറ്റോ എക്സ് കെ പ്ലസ് 1 ഈക്വൽ ടു 5 + 1 6. വൈ കെ പ്ലസ് 1 ഈക്വൽ ടു 4.6 + 0.9. അപ്പോൾ എത്ര കിട്ടും? 5.5 അറൗണ്ട് കിട്ടും. അതിനിപ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ 6, 5.5 റൗണ്ട് ചെയ്ത് 6 ആക്കും. അപ്പോൾ 6,6. ഓക്കെ. ഇനിയിപ്പോൾ ആയോ? ഇല്ല, 5, 6 ആയതേ ഉള്ളൂ. നമുക്ക് എന്താണ്? 8 ആണ്. അപ്പോൾ 2 പ്രാവശ്യം കൂടി ചെയ്യേണ്ടി വരും. നെക്സ്റ്റിന് നോക്കിക്കോ. 6th one എക്സ് കെ പ്ലസ് 1. ഇവിടെ എന്തായിരുന്നു? 6 ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? 6 + 1 7. അടുത്ത് വൈ കെ പ്ലസ് 1. ഫോമിൽ എന്താണ്? വൈ കെ പ്ലസ് എം ആണ്. ഇവിടുത്തെ വൈ കെ 5.5 ആണ്. 5.5 + 0.9. അപ്പോൾ എന്തെന്ന് കിട്ടും? 6.4 എന്ന് കിട്ടും. റൗണ്ട് ചെയ്യുമ്പോഴോ റൗണ്ട് ഓഫ് എക്സ് കെ വൈ കെ 7, 6.4. 6.4നെ 7 ആക്കി റൗണ്ട് ചെയ്യും. റൗണ്ട് 7,7. നെക്സ്റ്റ് ഏരാത്ത നോക്കിക്കോ. എക്സ് കെ പ്ലസ് 1 ഈക്വൽ ടു 7 + 1 ദാറ്റ് ഈസ് 8. ഇനി അടുത്ത് ഇത് വൈ ആണേ. നമുക്ക് വൈ ആയിട്ട് തോന്നുന്നു, ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് എഴുതുന്നുണ്ട്. വൈ കെ പ്ലസ് 1 ഈക്വൽ ടു വൈ കെ പ്ലസ് എം അല്ലേ. അപ്പോൾ വൈ കെ എന്താണ്? 6.4 + 0.9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7.3 ആവും. റൗണ്ട് ചെയ്യുമ്പോൾ എക്സ് കെ വൈ കെ 8, 7.3. 8,8 എന്ന് വരുമോ? 7.3 ആണല്ലേ. ഞാൻ പറഞ്ഞു 5നേയും കാട്ടി ലെസ് ആണല്ലേ. 7.5നേയും കാട്ടി ലെസ് ആണെങ്കിൽ 7 ആയിട്ട് എടുക്കും, ഗ്രേറ്റർ ആണെങ്കിൽ 8 ആയിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ എന്തായിട്ട് എടുക്കും? 7. അപ്പം 8,7 എന്നായിരിക്കും റൗണ്ട്. അപ്പോൾ നമുക്കിവിടെ എക്സിൽ 8 വന്നില്ലേ. സോ ഇത് വെച്ച് നമ്മളെന്ത് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ കോർഡിനേറ്റ്സ് എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ തന്നിരിക്കുന്നതൊക്കെയാണ് അതിൻ്റെ കോർഡിനേറ്റ്സ്. ഇനി ഇത് വെച്ച് നമ്മുടെ ലൈൻ ഡ്രോയിങ് ചെയ്യാൻ പോവുകയാണ് ഗ്രാഫിൽ. അപ്പോൾ നോക്കിയാൽ നമ്മളെന്താ ഇവിടെ ഗ്രാഫ് വെച്ചിട്ടുണ്ട്. 0, 0 കോർഡിനേറ്റ് തൊട്ട് ഓരോന്നും
മാർക്ക് ചെയ്ത് 1 to 10 1 to 8 1 to സാധാരണ 1 to 8 മതി കാരണം 8,7 ആണ് നമ്മൾ ലാസ്റ്റ് കൊണ്ട് അപ്പോൾ 1 to 8 1 to 7 മതി ഞാൻ എക്സ്ട്രാ ചുമ്മാ വരച്ചെന്നേ ഉള്ളൂ ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് കോർഡിനേറ്റ് നോക്കാം ഇവിടുത്തെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്തുവാണ് 2,2 ആണ് സോ ആദ്യം നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോണത് 2,2 ഓക്കെ നെക്സ്റ്റ് നമ്മൾ എന്താ 3,3 സോ നെക്സ്റ്റ് വൺ ഇതെല്ലാം സ്കെയിൽ വെച്ച് വേണം മാർക്കിങ് കേട്ടോ നെക്സ്റ്റ് 4,4 ആണ് അടുത്ത കോർഡിനേറ്റ് 4,4 നെക്സ്റ്റ് 5,5 5,5 6,6 എക്സിൽ നിന്നും 6 എടുക്കണം വൈ ആക്സിസിൽ നിന്നും 6 എടുക്കണം ഓക്കെ നെക്സ്റ്റ് വരുന്നത് 7,7 8, ഒരു ഇടയ്ക്ക് ഒന്ന് തെറ്റിയിട്ടുണ്ട് അതായത് നമ്മളിവിടെ 6.4 ആണ് 6.4 നമ്മൾ നേരത്തെ ഇവിടെ 7.3 നമ്മൾ പറഞ്ഞു എന്തായിട്ടാണ് എടുത്തത് 7 ആയിട്ടാണല്ലേ എടുത്തത് ഒന്നും കൂടി എഴുതാം റൗണ്ട് 8,7 എന്നാണ് എടുത്തത് തെറ്റിപ്പോകരുത് എടുക്കുമ്പോൾ വാല്യൂ 5ൻ്റെയും കാട്ടി ഗ്രേറ്റർ ആണെങ്കിൽ മാത്രം റൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ ആ വാല്യൂ തന്നെ എടുക്കുക 7.3 ആണെങ്കിൽ 7 തന്നെ എടുക്കുക അതേപോലെ ഇവിടെ മുകളിൽ നോക്കിയാൽ നമുക്ക് തെറ്റ് പറ്റി 6.4 ആണ് അപ്പോൾ 7 എടുക്കാൻ പറ്റുമോ ഇല്ല 5നെ കാട്ടി ലെസ് അല്ലേ 6.4 അല്ലേ അപ്പോൾ എന്തെന്ന് എടുക്കുള്ളൂ 7.6 എന്ന് എടുക്കുള്ളൂ സോ ഇത് ശ്രദ്ധിച്ച് ചെയ്യണം ഒരു പോയിൻ്റ് വ്യത്യാസം വന്നാൽ പോലും ലൈൻ വരയ്ക്കുമ്പോൾ തെറ്റ് പറ്റുക ഓക്കെ അപ്പോൾ ഇവിടെ എന്തോ 7,6 ആണ് മാറ്റിക്കോളണേ അപ്പോൾ നോക്കിക്കോ അടുത്ത പോയിൻ്റ് 7,6ഉം 8,7ഉം ആണ് നോക്കിക്കോ 7,6 അപ്പോൾ എക്സ് കോർഡിനേറ്റിൽ 7ഉം വൈ കോർഡിനേറ്റിൽ 6ഉം ആണ് അപ്പോൾ അത് ഇവിടെ ഇട്ട് വരും ഓക്കെ ഇനി അടുത്ത് 8,7 അപ്പം 7ഉം 8 ഓക്കെ ഇതിൽ നമ്മുടെ ഈ പോയിൻറ്റ്സ് വന്നിട്ടുള്ള എവിടെയൊക്കെയാണ് പോയിൻറ്റ്സ് എന്താ ഇവിടെ പിന്നെ ഇവിടെ ഇതിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ എവിടെയൊക്കെ ഏതൊക്കെ കോർഡിനേറ്റ് ചേർന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റുമോ അത് മാത്രം ജോയിൻ ചെയ്യാം ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ആയിപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ ചേർത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും ഓക്കെ അല്ലേ ഇവിടെ നമുക്ക് 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ 1 കൂടെ എടുത്താണ് വരയ്ക്കണം ഓക്കെ ഇതാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രാഫ് ഓക്കെ ലൈൻ ഡ്രോയിങ് അൽഗോരിതം യൂസ് ചെയ്ത് DDA അൽഗോരിതം ഓക്കെ